പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ വർധനവിനോടൊപ്പം തന്നെ ഓരോ വീടുകളിലേക്കും കൂടുതൽ ആനുകൂല്യങ്ങളാണ് ഈ മാസം മുതൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ വർദ്ധിപ്പിച്ച പെൻഷൻ തുക വിതരണ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു എന്നുള്ള സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. 51 ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് അറിയിപ്പുകൾ എത്തിച്ചേർന്നു. നിലവിൽ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ജനക്ഷേമ പദ്ധതികളിൽ ഏറ്റവും ഒന്നാമതായി ഇടം പിടിച്ചിരിക്കുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ വർധനവ് തന്നെയാണ്. പെൻഷൻ തുക 3000 രൂപയിലേക്ക് ഉയർത്തുന്നതിനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചതായി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണ്. UDF സർക്കാരിന്റെ വൻ വിജയത്തിലേക്ക് നയിച്ചത് തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ അടിസ്ഥാന പെൻഷൻ ഇനത്തിൽ 3000 രൂപയിലേക്ക് ഉയർത്തുമെന്നുള്ള സർക്കാർ പ്രഖ്യാപനത്തെ തുടർന്നാണ്. അതുകൊണ്ട് തന്നെ പെൻഷൻ തുക 3000 രൂപയിലേക്ക് ഉടൻ തന്നെ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിവിധ ഘട്ടങ്ങളിലെ പെൻഷൻ തുക 3000 രൂപയിലേക്ക് ഉയർത്തുന്നതിന് പകരം 1000 രൂപ വീതം വർദ്ധിപ്പിച്ച് 3000 രൂപ അടിസ്ഥാന പെൻഷൻ ഇനത്തിൽ വർദ്ധിപ്പിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രിസഭയിൽ സർക്കാർ അറിയിച്ചു. നടപടികളുടെ ആദ്യഘട്ടമെന്നോണം പരിശോധനകൾ കൂടുതൽ കർശനമാക്കാനാണ് സർക്കാർ നീക്കം. ഇതിന്റെ ഭാഗമായി വാർഷിക മസ്റ്ററിംഗ് ഉൾപ്പെടെ ഗുണഭോക്താക്കൾ നടത്തേണ്ടി വരും. ഇതിനുള്ള തീയതികൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിൽ പോലും ഗുണഭോക്താക്കൾ എല്ലാ മാസവും 1 മുതൽ 20 വരെയുള്ള കാലയളവിനുള്ളിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ്. സ്ത്രീ ഗുണഭോക്താക്കളിൽ 2.5 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. വലിയൊരു വിഭാഗം അനർഹർ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടുന്നതിന്റെ ഭാഗമായി ഏറ്റവും അർഹതപ്പെട്ടവർക്ക് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം ഈ മാസം മുതൽ വിതരണം ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ ഭൗതിക സാഹചര്യ പരിശോധനകളുടെ ഭാഗമായി ഗുണഭോക്താക്കളുടെ വീടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. പെൻഷൻ ഗുണഭോക്താവിന്റെ മരണശേഷം ബന്ധുക്കൾ പെൻഷൻ തുക അനർഹമായി തട്ടിയെടുക്കുന്നത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വാർഷിക മസ്റ്ററിംഗ് കൂടുതൽ കർശനമാക്കും. പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വാർഷിക മസ്റ്ററിംഗ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മസ്റ്ററിംഗ് നടത്തുന്നതിലൂടെ വലിയൊരു വിഭാഗം അനർഹർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടും. ബയോമെട്രിക് അപ്ഡേഷൻ തീയതികൾ ഓഗസ്റ്റ് മാസത്തോടുകൂടി തന്നെ പുറത്തുവരും. പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ വഴി ആനുകൂല്യങ്ങൾ കൂടുതൽ എത്തിച്ചേരുകയാണ്. ഈ മാസം മുതൽ വീടുകളിലുള്ള 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് ഒന്നിലധികം ആനുകൂല്യങ്ങളാണ് ഇനി മുതൽ എത്തിച്ചേരുക. വീടുകൾക്കാവശ്യമുള്ള പദ്ധതി ആനുകൂല്യങ്ങൾ, വിവിധ മേഖലകളിലേക്കുള്ള ധനസഹായ വിതരണം, പെൻഷനുകൾ, ക്ഷേമ പെൻഷനുകൾ, കുടിശ്ശിക വിതരണം എന്നിവയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നത്. നിലവിൽ 2026 ജൂൺ മാസത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ 2000 രൂപയുടെ വിതരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. 26 ലക്ഷത്തോളം വരുന്ന അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക വിതരണത്തിനായി കൈമാറിക്കഴിഞ്ഞു. തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും. കൈകളിലേക്കുള്ള വിതരണവും സംസ്ഥാനത്ത് സജീവമാകും. സഹകരണ സംഘം ജീവനക്കാർ വഴി കൈകളിലേക്ക് തുക എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്കും ഇപ്പോൾ വിതരണം പുരോഗമിക്കുകയാണ്. ഇവർക്കുള്ള തുക വിതരണവും ഈ ആഴ്ചയോടെ പൂർത്തീകരിക്കാനാണ് തീരുമാനം. പെൻഷൻ തുക ഉടനടി 3000 രൂപയിലേക്ക് ഉയർത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണ്. പെൻഷൻ തുക വിവിധ ഘട്ടങ്ങളിലായി 3000 രൂപയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് വാഗ്ദാനം. ജൂലൈ മാസം മുതൽ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷനിൽ വർധനവ് പ്രതിഫലിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇതിന് മുന്നോടിയായി വലിയൊരു കർശന പരിശോധന തന്നെ ഗുണഭോക്താക്കൾ നേരിടേണ്ടി വരും. നിരവധി അനർഹരായവർ പട്ടികയിൽ കടന്നുകൂടി ക്ഷേമ പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ നീക്കം. വരുന്ന ആഴ്ച മുതൽ തദ്ദേശീയ തലത്തിൽ വാർഡടിസ്ഥാനമാക്കിയുള്ള ഭൗതിക സാഹചര്യ പരിശോധനകൾ കൂടുതൽ കർശനമാക്കും. ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഓണത്തോടനുബന്ധിച്ച് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ മരണപ്പെട്ടുപോയ ഗുണഭോക്താക്കളുടെ ബന്ധുക്കൾ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നത് സംബന്ധിച്ചിട്ടുള്ള തട്ടിപ്പുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ പെൻഷൻ കൈപ്പറ്റിയിട്ടുള്ള ആളുകൾ പിഴപ്പലിശ ഉൾപ്പെടെ ഇതുവരെ ലഭിച്ച മുഴുവൻ പെൻഷനും
തിരികെ നൽകേണ്ടി വരും. പെൻഷൻ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കുന്ന സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. റേഷൻ കാർഡുള്ള ഗുണഭോക്താക്കൾക്ക് ഓരോ വീട്ടിലേക്കും വാർഡടിസ്ഥാനത്തിൽ 30-ൽ പരം സഹായങ്ങൾ കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപിച്ചു. സഹായങ്ങൾ വിതരണം ചെയ്യുന്ന വാർഡ് സഭകൾ, ഗ്രാമസഭകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ വീടുകളിലും റേഷൻ കാർഡുകളുണ്ട്. അതോടൊപ്പം തന്നെ ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ അടക്കുന്ന കാർഡുകളുണ്ട്. വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ വെക്കുമ്പോൾ ഗുണഭോക്താവിന്റെ ആധാർ കാർഡും റേഷൻ കാർഡിന്റെ കോപ്പിയും അതോടൊപ്പം തന്നെ ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ അടക്കുന്ന റെസിപ്റ്റും കൂടി ഉണ്ടാവേണ്ടതാണ്. ഹരിതകർമ്മസേനയ്ക്കുള്ള യൂസർ ഫീ 50 രൂപ വീതം കൃത്യമായി അടച്ച് രസീത് കൈപ്പറ്റിയിട്ടുള്ള ആളുകൾക്കാണ് മുൻഗണന ലഭിക്കുക. കുടിശ്ശിക വരുത്തിയിട്ടുള്ള ആളുകൾക്ക് ആനുകൂല്യങ്ങൾ പെൻഡിങ്ങിൽ തന്നെ വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്കുള്ള സഹായങ്ങൾ, അതായത് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കുള്ള ഊന്നുവടികൾ, പ്രത്യേക വീൽചെയറുകൾ, വാട്ടർ ബെഡ് തുടങ്ങിയവ ലഭിക്കുന്നതാണ്. ഇതിനു പുറമെ കട്ടിലുകൾ, കമ്പിളിപ്പുതപ്പ് തുടങ്ങിയവയും ലഭിക്കും. പുതുതായി അപേക്ഷ വെച്ച് മുൻഗണനാ പട്ടികയിൽ ഇടം പിടിക്കുന്ന ആളുകൾക്ക് ആനുകൂല്യം അതിവേഗം തന്നെ ലഭിക്കുന്നതാണ്. ഓരോ പഞ്ചായത്തുകളിലും വ്യത്യസ്തങ്ങളായ സഹായങ്ങളാകും ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുക. BPL, APL വ്യത്യാസമില്ലാതെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അപേക്ഷ വയ്ക്കാവുന്നതാണ്. ഓരോ വാർഡിലും തിരഞ്ഞെടുക്കപ്പെടുന്ന നിശ്ചിത എണ്ണം ഗുണഭോക്താക്കൾ എന്ന രീതിയിലാണ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത്. ഓരോ വീടുകളിലേക്കുമുള്ള സഹായ വിതരണത്തിന്റെ ഭാഗമായി ജൈവവളങ്ങളുടെയും വിതരണം, കൃഷികൾക്കുള്ള പ്രത്യേക സബ്സിഡി, മൃഗപരിപാലനത്തിനുമായി ബന്ധപ്പെട്ട് മറ്റ് ആനുകൂല്യങ്ങൾ, അതോടൊപ്പം തന്നെ വീട് മെയിൻ്റനൻസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായ വിതരണം, പിന്നോക്ക വിഭാഗത്തിനുള്ള പ്രത്യേക ധനസഹായങ്ങൾ, വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക സ്കോളർഷിപ്പുകൾ എന്നിങ്ങനെ നിരവധി സഹായങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സഹായങ്ങൾ ആവശ്യമുള്ളവർ ആവശ്യാനുസരണം അപേക്ഷയ്ക്കൊപ്പം അനുബന്ധ രേഖകൾ കൂടി അറ്റാച്ച് ചെയ്ത ശേഷം സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ വെച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ ഗ്രാമസഭകൾ വഴി അതിൻ്റെ മാർക്കിടൽ നടപടികൾ ഉൾപ്പെടെ കാര്യങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതായി കൂടാൻ പോകുന്ന ഗ്രാമസഭകളിലാണ് ഗുണഭോക്താക്കൾ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുക. അർഹതപ്പെട്ട അവകാശങ്ങൾ ഗുണഭോക്താക്കൾ നേടിയെടുക്കുക. പുതിയ മാറ്റങ്ങളുമായി കേന്ദ്രം. മഞ്ഞ കാർഡ് ഉടമകൾക്കുള്ള സൗജന്യ അരി വിതരണത്തിൽ പരിഷ്കാരം. രാജ്യത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കായി നടപ്പാക്കുന്ന അന്ത്യോദയ അന്ന യോജന പദ്ധതിയിൽ നിർണായക മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി 2013 ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമത്തിൽ ഭേദഗതി വരുത്താനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. നിലവിലെ നിയമപ്രകാരം മഞ്ഞ കാർഡുള്ള ഒരു കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് പരിഗണിക്കാതെ പ്രതിമാസം 35 കിലോ സൗജന്യ ഭക്ഷ്യധാന്യം ലഭിക്കാറുണ്ട്. എന്നാൽ പുതിയ പരിഷ്കാരം വരുന്നതോടെ ഈ രീതി മാറും. ഇനി മുതൽ കുടുംബത്തിലെ ഓരോ വ്യക്തിക്കും 7 കിലോഗ്രാം വീതമായിരിക്കും ഭക്ഷ്യധാന്യം അനുവദിക്കുക. അതേസമയം ഒരു കുടുംബത്തിന് പരമാവധി ലഭിക്കാവുന്ന റേഷൻ വിഹിതം 35 കിലോ ആയി തന്നെ പരിമിതപ്പെടുത്തുകയും ചെയ്യും. ചുരുക്കത്തിൽ കുറഞ്ഞ അംഗങ്ങളുള്ള കുടുംബങ്ങൾക്ക് ഇനി മുതൽ 35 കിലോ അരി മുഴുവനായി ലഭിക്കില്ല. മറ്റൊരറിയിപ്പ്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഏറെ പ്രതീക്ഷ നൽകുന്ന 8ാം ശമ്പള കമ്മീഷൻ നടപടികൾ നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സാമ്പത്തിക മേഖലയിലെ പ്രധാന വാർത്തയായ ക്ഷാമബത്ത വർധന സംബന്ധിച്ച അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജീവനക്കാർക്കും പെൻഷൻകാർക്കും ലഭിക്കുന്ന ക്ഷാമബത്ത വർഷത്തിൽ 2 തവണയാണ് കേന്ദ്ര സർക്കാർ പരിഷ്കരിക്കുന്നത്. 2026 ഏപ്രിൽ മാസത്തിൽ സർക്കാർ ക്ഷാമബത്ത 2% വർദ്ധിപ്പിക്കുകയും അത് 60% ഉയർത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായി ഈ വർഷത്തെ 2ാമത്തെ ക്ഷാമബത്ത വർധന സെപ്റ്റംബറോടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വ്യവസായിക തൊഴിലാളികൾക്കായുള്ള ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള പണപ്പെരുപ്പ കണക്കുകൾ പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ഏപ്രിൽ മാസത്തെ പണപ്പെരുപ്പ നിരക്കുകൾ വർധനവ് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും മെയ്, ജൂൺ മാസങ്ങളിലെ വിവരങ്ങൾ കൂടി ലഭ്യമായാൽ മാത്രമേ കൃത്യമായ നിരക്ക് വ്യക്തമാവുകയുള്ളൂ. മെമ്മോറാണ്ടം സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 15 അവസാനിച്ചിരിക്കുന്നു. വിവിധ ജീവനക്കാരുടെ യൂണിയനുകൾ, പെൻഷൻകാരുടെ സംഘടനകൾ തുടങ്ങിയവർ തങ്ങളുടെ നിർദ്ദേശങ്ങൾ കമ്മീഷന് മുൻപാകെ സമർപ്പിച്ചു കഴിഞ്ഞു. ഉയർന്ന ഫിറ്റ്മെന്റ് ഫാക്ടർ, അടിസ്ഥാന ശമ്പളത്തിലെ വലിയ വർധന, മെച്ചപ്പെട്ട അലവൻസുകൾ, റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളിലെ മാറ്റം തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. ഒപ്പം പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നും നിലവിലെ NPS, UPS എന്നിവയിൽ പരിഷ്കാരങ്ങൾ വരുത്തണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. രാജ്യത്തുടനീളമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ കമ്മീഷൻ ഇതിനകം കൂടിയാലോചനകൾ നടത്തിക്കഴിഞ്ഞു. ഏകദേശം 55 ലക്ഷം
കേന്ദ്ര സർക്കാർ ജീവനക്കാരെയും 69 ലക്ഷത്തോളം പെൻഷൻകാരെയും നേരിട്ട് ബാധിക്കുന്നതാണ് 8ാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ. അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി കമ്മീഷൻ നിരവധി മാസങ്ങൾ കൂടി എടുക്കും. എങ്കിലും വരും ആഴ്ചകളിൽ നടക്കുന്ന ചർച്ചകളും പണപ്പെരുപ്പ വിവരങ്ങളും ഏറെ നിർണായകമായിരിക്കും. ജൂലൈ 1 മുതൽ പ്രധാനപ്പെട്ട ചില സാമ്പത്തിക ഭരണപരമായ മാറ്റങ്ങൾ നിലവിൽ വന്നിരിക്കുകയാണ്. പ്രവാസി മലയാളി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള EPF വരിക്കാർ, ആധാർ കാർഡ് ഉടമകൾ, പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നവർ, ആദായ നികുതി ദായകർ എന്നിവരെ നേരിട്ട് ബാധിക്കുന്ന പരിഷ്കാരങ്ങളാണ് വിവിധ സർക്കാർ മന്ത്രാലയങ്ങൾ പുറപ്പെടുവിച്ചത്. ജൂൺ 26 മുതൽ ജൂൺ 30 വരെ 5 ദിവസത്തേക്ക് നിർത്തിവെച്ചിരുന്ന എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന്റെ ഓൺലൈൻ സേവനങ്ങൾ പൂർണ്ണമായും പുനരാരംഭിച്ചു. കൂടുതൽ സുരക്ഷിതത്വവും കാര്യക്ഷമതയും ഉറപ്പാക്കാനായി നടത്തിയ നവീകരണത്തിന് ശേഷം ജൂലൈ 1 മുതൽ സേവനങ്ങൾ സാധാരണ നിലയിലായിട്ടുണ്ട്. ആധാർ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഇമെയിൽ വിലാസം പുതുക്കുന്നതിനുള്ള ഫീസ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒഴിവാക്കി. ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നടത്തുന്ന ഇമെയിൽ അപ്ഡേഷനുകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ജൂൺ 19 ഒഫീഷ്യൽ മെമ്മോറാണ്ടം പ്രകാരം ജൂലൈ 1 മുതൽ ഡിസംബർ 31 വരെ 6 മാസക്കാലത്തേക്ക് ഈ സേവനം പൂർണ്ണമായും സൗജന്യമായിരിക്കും. മുൻപ് ഇതിനായി നിശ്ചിത തുക ഫീസ് ഈടാക്കിയിരുന്നു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പാസ്പോർട്ട് അപേക്ഷാ ഫീസുകളിൽ വലിയ രീതിയിലുള്ള വർധനവ് വരുത്തിയിട്ടുണ്ട്. 2012 ശേഷം ആദ്യമായാണ് പാസ്പോർട്ട് നിരക്കുകളിൽ ഇത്രയും വലിയ വർധനവ് ഉണ്ടാകുന്നത്. സാധാരണ രീതിയിലുള്ള 36 പേജുള്ള പാസ്പോർട്ടിന് ഫീസ് 1500 രൂപയിൽ നിന്ന് 2500 രൂപയായി ഉയർത്തി. ഇതേ തൽക്കാൽ വഴി അപേക്ഷിക്കുന്നതിനുള്ള ഫീസ് 5000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 60 പേജുള്ള പാസ്പോർട്ടുകൾ, മൈനർ പാസ്പോർട്ടുകൾ, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ എന്നിവയുടെ നിരക്കുകളിലും മാറ്റം വന്നിട്ടുണ്ട്. ഇന്ത്യയിലും വിദേശത്തുമുള്ള പാസ്പോർട്ട് കേന്ദ്രങ്ങളിൽ ഈ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. മറ്റൊരറിയിപ്പ്, ഒരേ സമയം LPG, PNG കണക്ഷനുകൾ കൈവശം വെച്ചിട്ടുള്ള ഉപഭോക്താക്കൾ പൂർണ്ണമായും PNG സംവിധാനത്തിലേക്ക് മാറുന്നതിനുള്ള അവസാന തീയതി ജൂൺ 30 ആയിരുന്നു. ഇതിനെ തുടർന്നുള്ള പുതിയ നിയമങ്ങൾ ജൂലൈ മുതൽ പ്രാബല്യത്തിൽ വരുമെങ്കിലും നിലവിലുള്ള LPG സപ്ലൈ നിർത്തലാക്കുന്നത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും നിലവിൽ വന്നിട്ടില്ല. അതേസമയം PNG സേവനം ലഭ്യമല്ലാത്ത പുതിയൊരു സ്ഥലത്തേക്ക് ഉപഭോക്താവ് താമസം മാറേണ്ടി വന്നാൽ അവർ മുൻപ് സറണ്ടർ ചെയ്ത LPG കണക്ഷൻ വീണ്ടും പുനഃസ്ഥാപിച്ചു നൽകാൻ അനുമതിയുണ്ടാകും. മറ്റൊരറിയിപ്പ്, ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഇന്നലെ വ്യാഴാഴ്ച മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. 2026 ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ കാലയളവിലേക്കുള്ള വൈദ്യുതിയുള്ള വീടുകളിലെ മഞ്ഞക്കാർഡിന് ആകെ 1 ലിറ്റർ മണ്ണെണ്ണയും പിങ്ക്, നീല, വെള്ള കാർഡുകൾക്ക് ആകെ അര ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതി ഇല്ലാത്ത വീടുകളിലെ കാർഡുകൾക്ക് ആകെ 6 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ്. എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള 2026 ജൂലൈ മാസത്തിലെ റേഷൻ വിഹിതം നോക്കാം. മഞ്ഞക്കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിനു പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. നീല കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 4 കിലോ വരെ ആട്ട കിലോക്ക് 17 രൂപ നിരക്കിലും ലഭിക്കും. വെള്ളക്കാർഡിന് 4 കിലോ അരി കിലോക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 4 കിലോ വരെ ആട്ട കിലോക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഇപ്പോൾ അപേക്ഷിക്കാം. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത നീല, വെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായി അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അവസാന തീയതി ജൂലൈ 17, 2026. കൂടുതൽ അറിയാനും അപേക്ഷകൾ സമർപ്പിക്കാനും അടുത്തുള്ള അക്ഷയ കേന്ദ്രം സന്ദർശിക്കുക. SMAM പദ്ധതി പ്രകാരം കാർഷിക യന്ത്രങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നതിന് ഓൺലൈൻ അപേക്ഷ അക്ഷയ വഴി സമർപ്പിക്കാവുന്നതാണ്. ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം എന്ന മുൻഗണനാക്രമമാണ് സ്കീമിലുണ്ടാവുക. അപേക്ഷ ജൂലൈ 1 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് സന്തോഷ വാർത്ത. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ജീവനക്കാർ 8ാം ശമ്പള കമ്മീഷന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമായി പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഇനിയും 1 വർഷം കൂടി കാത്തിരിക്കേണ്ടതിന്റെ നിരാശയിലാണ് ജീവനക്കാർ. എന്നാൽ 8ാം ശമ്പള കമ്മീഷൻ ചർച്ചകൾക്കിടെ നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്.
കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കിടയിൽ പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് സർക്കാരിന്റെ നിർണായക ഉത്തരവ്. ആശ്രിത നിയമനം വഴി ജോലി ലഭിച്ച ഒരു വിഭാഗം ജീവനക്കാരെ പഴയ പെൻഷൻ പദ്ധതിയുടെ പരിധിയിൽ കൊണ്ടുവരുമെന്ന ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചു. കേന്ദ്ര പെൻഷൻ മന്ത്രാലയത്തിന്റെ പുതിയ വിശദീകരണമനുസരിച്ച് ആശ്രിത നിയമനത്തിനായി ജോലിയിൽ പ്രവേശിച്ച തീയതിയല്ല, മറിച്ച് അപേക്ഷിച്ച തീയതിയാണ് പഴയ പെൻഷൻ ലഭിക്കാനുള്ള മാനദണ്ഡമായി കണക്കാക്കുക. 2003 ഡിസംബർ 31 അതിന് മുൻപോ ആശ്രിത നിയമനത്തിനായി അപേക്ഷ സമർപ്പിക്കുകയും എന്നാൽ ഭരണപരമായ കാലതാമസം കാരണം 2004 ജനുവരി 1 ശേഷവും ജോലിയിൽ പ്രവേശിച്ചവർക്ക് ഇനി പഴയ പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടാകും. 2004 ജനുവരി 1 മുതലാണ് രാജ്യത്ത് പുതിയ നാഷണൽ പെൻഷൻ സിസ്റ്റം നിലവിൽ വന്നത്. ഇതിനു മുൻപ് അപേക്ഷ നൽകിയിട്ടും തസ്തികകൾ ഒഴിവില്ലാത്തതിനാലോ മറ്റ് ഓഫീസ് നടപടികൾ വൈകിയതിനാലോ 2004 ശേഷം ജോലി കിട്ടിയവർക്ക് ഇതുവരെ NPS മാത്രമാണ് ലഭിച്ചിരുന്നത്. പുതിയ ഉത്തരവോടെ ഇതിന് മാറ്റം വരും. ഓൾ ഇന്ത്യ NPS എംപ്ലോയീസ് ഫെഡറേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ സർക്കാരിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്തതായി അറിയിച്ചിട്ടുണ്ട്. എങ്കിലും നിലവിൽ ഈ ഇളവ് ആശ്രിത നിയമനം ലഭിച്ച ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമാണ്. എല്ലാ ജീവനക്കാർക്കും പഴയ പെൻഷൻ ബാധകമാകുന്ന കാര്യത്തിൽ സർക്കാർ ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. വിപണിയിലെ മാറ്റങ്ങളുമായി ബന്ധമില്ലാതെ ഒരു ജീവനക്കാർ അവസാനം വാങ്ങിയ ശമ്പളത്തിന്റെ പകുതി തുക പെൻഷനായി ഉറപ്പു നൽകുന്നതാണ് OPS. എന്നാൽ പുതിയ NPS പദ്ധതി വിപണിയിലെ നിക്ഷേപങ്ങളുടെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് OPS വേണമെന്ന ആവശ്യം ജീവനക്കാർ ശക്തമായി ഉന്നയിക്കുന്നത്. ജൂലൈ മാസം മുതൽ പ്രാബല്യത്തിൽ വരേണ്ട പുതിയ DA വർധനവിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം സെപ്റ്റംബറിൽ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ജൂൺ വരെയുള്ള അഖിലേന്ത്യാ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വിവരങ്ങൾ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ വർധനവ്. എത്ര ശതമാനമെന്ന് സർക്കാർ തീരുമാനിക്കുക. സെപ്റ്റംബറിൽ 3 മുതൽ 4% വരെ DA വർധനവ് പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ. വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പ നിരക്കുകൾ അടിസ്ഥാനമാക്കി കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ DAയിൽ 3% വർധനവ് ഉണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കുന്നത്. LDF സർക്കാരിന്റെ കാലത്ത് പ്രവാസി ക്ഷേമ പെൻഷനിൽ 2026 ജനുവരിക്ക് ശേഷം ലഭിച്ച അപേക്ഷകളിൽ പെൻഷൻ അനുവദിക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി VD സതീശൻ. നിലവിൽ 18 വയസ്സ് പൂർത്തിയായതും എന്നാൽ 60 വയസ്സ് പൂർത്തിയാകാത്തതുമായ പ്രവാസി കേരളീയർക്ക് ക്ഷേമനിധി അംഗത്വത്തിന് അർഹതയുണ്ട്. ക്ഷേമനിധിയിൽ അംഗത്വമെടുക്കുകയും പെൻഷന് അർഹതപ്പെട്ട പ്രായപരിധി വരെ മുടക്കമില്ലാതെ തുടർച്ചയായി അംശാദായം അടയ്ക്കുകയും ചെയ്യുന്ന അംഗങ്ങൾക്കാണ് ബോർഡിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളത്. പ്രവാസി ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ ലൈഫ് സർട്ടിഫിക്കറ്റിനായി എല്ലാ വർഷവും മാർച്ച് മാസം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ മുൻപാകെ ഹാജരാക്കണം. നേരിട്ട് ഹാജരാകാൻ സാധിക്കാത്തവർ ഇന്ത്യയിലാണെങ്കിൽ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റും വിദേശത്തുള്ളവർ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റും ഹാജരാക്കണം എന്നതാണ് ക്ഷേമ പദ്ധതിയിലെ വ്യവസ്ഥ. ഇതിൽ പ്രകാരമാണ് നിലവിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചു വരുന്നത്. ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നത് 2-3 വർഷത്തിൽ ഒരിക്കൽ ആക്കിയാൽ മരണപ്പെടുന്നവരുടെ വിവരങ്ങൾ അറിയാത്ത സാഹചര്യങ്ങളിൽ മരണപ്പെട്ട പെൻഷനേഴ്സിനും പെൻഷൻ അനുവദിക്കേണ്ടതായി വരും. ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകേണ്ട കാലാവധി ദീർഘിപ്പിക്കണമോ എന്നതും ജനപ്രതിനിധികൾ നൽകുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് മതിയെന്ന രീതിയിൽ ഇളവ് നൽകണമോ എന്നതും പരിശോധിച്ച് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മറ്റൊരറിയിപ്പ്, പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയാണ് വായ്പ ലഭിക്കുക. കുടുംബ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയുള്ള 18-നും 65-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. വായ്പാ തുകക്ക് കോർപ്പറേഷന്റെ നിബന്ധനകൾക്കനുസരിച്ച് ആവശ്യമായ തുക ജാമ്യം ഹാജരാക്കണം. അപേക്ഷാ ഫോറത്തിനും വിശദ വിവരങ്ങൾക്കുമായി കോർപ്പറേഷന്റെ ഉപജില്ലാ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കി വരുന്ന ആശ്വാസകിരണം പദ്ധതിയുടെ ധനസഹായം നിലവിൽ ലഭിച്ചുവരുന്ന ഗുണഭോക്താക്കൾക്ക് തുടർ ധനസഹായം ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ സാമൂഹിക സുരക്ഷാ മിഷന്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള നിശ്ചിത മാതൃകയിലുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ്, ആധാർ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടുത്തിയവ ഹാജരാക്കണമെന്നും ആശ്വാസകിരണം ധനസഹായത്തിനായി 2018 ഏപ്രിൽ 1 മുതൽ ലഭിച്ച അപേക്ഷ സമർപ്പിച്ചവരിൽ ഇതുവരെയും ധനസഹായം ലഭിച്ചിട്ടില്ലാത്തവർ സാമൂഹിക സുരക്ഷാ മിഷന്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള നിശ്ചിത മാതൃകയിലുള്ള പുതുക്കിയ വ്യക്തിവിവരങ്ങളും ലൈഫ് സർട്ടിഫിക്കറ്റും അനുബന്ധ രേഖകൾ സഹിതം ഹാജരാക്കണമെന്നുള്ള നിർദ്ദേശവും വന്നിരുന്നു.
കഴിഞ്ഞ മാസം 30-നകം പ്രസ്തുത രേഖകൾ സമർപ്പിക്കാത്ത ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക അനുവദിക്കാതെ രേഖകൾ ഹാജരാക്കുന്ന മാസം മുതലുള്ള തുക മാത്രമായിരിക്കും അനുവദിക്കുക. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക തീർക്കുന്നതിൽ LDF സർക്കാർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പദ്ധതി നടപ്പാക്കിയാൽ മതിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ NGO യൂണിയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. DA കൊടുക്കുന്നതിൽ മുൻപ് കാലതാമസം വന്നിട്ടുണ്ടാകും. ദുരിതകാലത്തും ശമ്പളം മുടങ്ങാതെ കൊടുക്കാനായി ആനുകൂല്യങ്ങളിൽ ചിലത് കൊടുക്കുകയും മറ്റു ചിലത് കൊടുക്കാനായി പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു. LDF കാലത്ത് കുടിശ്ശിക ഉണ്ടെന്ന് പറയുന്നതിന് പകരം LDF ആവിഷ്കരിച്ച ആ പദ്ധതി സർക്കാർ നടപ്പാക്കിയാൽ മതിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.